ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരീക്ഷ 21-ാം തീയതി മുതലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 28-ാം തീയതി വരെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സെഷൻ മാറിപ്പോവുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർ ടൈം ചേഞ്ച് ചെയ്യുന്നത്, ഡേറ്റ് മാറ്റുന്നത്, അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയൊക്കെ, അതായത് ഇപ്പോൾ സെർവറിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്ന ഒരുപാട് ടെൻഷനായിരിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യ പരീക്ഷണം അപേക്ഷകർ അറിയുന്നതിന് ഇന്ത്യയിൽ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം 2 ലക്ഷം അപേക്ഷകർക്ക് ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തം 2 ലക്ഷത്തോളം അപേക്ഷകരുണ്ടായിരുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് എക്സാം നടത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. PSC, UPSC തുടങ്ങി വിവിധ ഏജൻസികൾ പോലും ഇത്തരത്തിൽ ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആയതിനാൽ ഇപ്പോൾ നടത്തിയ ഓൺലൈൻ പരീക്ഷകളിൽ വിവിധ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആയത് എല്ലാ അപേക്ഷകരും പരിപൂർണമായി സഹകരിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും പരിഹരിക്കും. ആയതിനു ശേഷം മാത്രമേ ഫൈനൽ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ. വിശ്വസ്തയോടെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ എല്ലാം എക്സാം എഴുതാൻ കഴിയാതെ പോയ എല്ലാവർക്കും എക്സാം എഴുതാനുള്ളൊരു അവസരം ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം അവർ പരിഹരിച്ച് തരുന്നുണ്ടാവും. അതിനുശേഷം മാത്രമാണ് സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇഷ്യൂസ് അവർ പരിഹരിച്ച് തരുന്നതായിരിക്കും. എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.